പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രത്യേക വിഷയം ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ, എസ്പെഷ്യലി ഫേസ്ബുക്കിലും യൂട്യൂബിലും വളരെ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോ, പല ആളുകളും റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. പ്രവീൺ പ്രസാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ID അപ്പോസ്തലൻ പ്രവീൺ പ്രസാദ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. എൻ്റെ ഫേസ്ബുക്കിൽ ഞാനും അത് പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ സംബന്ധിച്ച് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി. അത് പ്രവീൺ പ്രസാദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനും ആ പ്രതികരണങ്ങൾ പലതും കണ്ടു. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണം എന്ന വണ്ണം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരല്പം മിനിറ്റുകൾ ലൈവിൽ വരുവാനിടയായി. ആ ലൈവ് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നില്ല, ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ മറുപടി ലൈവ് കണ്ടപ്പോൾ പ്രവീൺ പ്രസാദ് എന്ന ആ ചെറുപ്പക്കാരനോടും ആ വീഡിയോ കണ്ട പൊതുസമൂഹത്തോടും ചില വസ്തുതകൾ പറയുവാനായിട്ട് ആശിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രാരംഭത്തിൽ നമുക്ക് അദ്ദേഹം വിമർശിക്കപ്പെടാനിടയായ ആ വീഡിയോ ഒന്ന് കാണാം. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഒരാൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ, if I'm giving 100 rupees to someone else, 110 രൂപ ദൈവം തിരിച്ചു തരും. am I 110 rupees I'll get. ഞാൻ പറഞ്ഞ മനസ്സിലായോ? How many of you understood what I'm saying? ഇന്ന് ഇവിടെ സ്തോത്രാഴ്ച എടുക്കുന്നില്ല. We are not collecting offering today. കേട്ടോ, ഇന്ന് സ്തോത്രാഴ്ച ഇല്ല ചർച്ചില്. There is no offering today. പകരം ഈ ഹാളിൽ എത്ര പേരുണ്ടോ, Instead of that, അത്രയും പേരുടെയും പേഴ്സ് എടുക്കണം. you all take your wallet right now. Come on, എടുക്ക. തിരിച്ച് നിങ്ങൾ എങ്ങനെ പോവോ, നടന്നു പോവോ, അതൊന്നും എന്റെ വിഷയമല്ല. I don't know how you return your home. ഇന്ന് കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞു, ചെയ്യിപ്പിക്കുന്നു. The Holy Spirit is leading me to do this, so I'm doing this. എത്ര പേരുണ്ടോ അത്രയും പേരും. All people take your wallet. എടുക്കടാ, പേഴ്സ് ഉണ്ടോ? പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടണം. കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം. എടുത്തവര് കൈ പൊക്കിക്കേ. Please raise up your hands if you take your wallet. എനിക്ക് എണ്ണണം കൈ. I want to count. ജസ്റ്റിൻ ബ്രദർ ഒന്ന് എണ്ണിക്കേ, എത്ര കൈ പൊങ്ങിയിട്ടുണ്ടെന്ന് എന്റെ ചെവിയിലേ വന്ന് പറയാവുള്ളൂ. റിയ എണ്ണിക്കേ, ഈ സൈഡിൽ നിൽക്കുന്നവരെ എണ്ണിക്കേ, എത്ര പേരാന്ന് എണ്ണിക്കേ. നിന്റെ കൈയും പൊക്കടാ. ബ്ലെസ്സിങ് വേണ്ടവര്, എനിക്ക് നിർബന്ധമില്ല. If you need blessing, you raise your hands. എല്ലാരും പൊക്കിയോ? Hope everybody hands is raised. സോറി, പേഴ്സ് ഇല്ലാത്തോണ്ടായിരിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉള്ളവരും കൂടെ കയറിയോ? നിന്റെ പേഴ്സ് ഇല്ലേ? ഇല്ല. പൈസ ഉണ്ട് അക്കൗണ്ടിൽ? ഉണ്ടാ? ഉണ്ട്. കൈ പൊക്ക, എല്ലാരും പൊക്ക. ഓക്കെ, ഈ നിൽക്കുന്ന നിങ്ങളിൽ, Among us, ഈ കൈ പൊക്കി പിടിച്ചേക്കുന്ന നിങ്ങളിൽ 1000 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവരില്ലല്ലോ. അതില്ലാത്തവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. 500 രൂപ കാണുമല്ലോ. you will have 500 rupees balance with you. ഓക്കെ, മിനിമം ഞാൻ പറയാണ് 1000 or 2000. Minimum 1000 or 2000. എന്തായാലും ഇത് പറയാതെയും ചെയ്യാതെയും തെറി കേൾക്കുന്നുണ്ട്. Anyway, എന്നാ പിന്നെ ചെയ്തിട്ടങ്ങ് കേൾക്കാം. നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് 2000 എടുക്കാൻ തോന്നുന്നവർ 2000 എടുക്കുക, 1000 എടുക്കാൻ പറ്റുന്നവർ 1000 എടുക്കുക, 500 വേണ്ട. അന്നേരം 2000-കാർ 500 എടുക്കും. അതുകൊണ്ടാ
എടുത്തവർ പെട്ടെന്ന് ആ കൈ ഒന്ന് പൊക്കി പിടിച്ചേക്കണം. എനിക്ക് സമയമില്ല ഒത്തിരി കളയാൻ, അതുകൊണ്ടാണ്. എടുത്തോ. 2000 എടുത്തോ, ഒരു കൈ പൊക്കിക്കേ. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. 2000 എടുത്തൊരു കൈ പൊക്കിക്കേ. ആരുമില്ല, നാണക്കേടാ കേട്ടോ. 2000. ഓക്കെ, 1000. 20,000 ഇട്ടോ. 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ പറഞ്ഞേ? എന്നാലും സാരമില്ല, ബാക്കി പൊക്കിപ്പിടി എല്ലാവരും. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. എടുത്തു. എന്തേ 1000 എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ. നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. നിങ്ങൾക്ക് എന്റെ തരല്ലേ, ഇറങ്ങി വാ. ഇനി 20 ഇടാൻ പറ്റുന്നവർ ഇട്ടോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ 1,00,000 എടുത്തിടേ. നിങ്ങൾ ഡോക്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. വലിയൊരു ക്ഷീണത്തിൽ നിന്ന് ആള് സൗഖ്യമായി എഴുന്നേറ്റ് വന്നിരിക്കുക. അവരുടെ ബിസിനസ് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. 1000 ആണോ? 2000. വേറെ ആരാ? നോബൽ ബ്രദർ വാ. ഇനി ആർക്കായി കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള? വായോ. ഒന്ന് എണ്ണിക്കാച്ചാ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അതിനോട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രതികരണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകാം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതാകാം. എന്നാൽ ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് പൊതുസമൂഹത്തോട് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു. തീർച്ചയായിട്ടും അത് അപ്രിഷ്യേറ്റബിളാണ്, അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. കാരണം അങ്ങനെയുള്ള തിരുത്തലുകളോ അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നോ പറയുവാൻ അഭിമാനം അനുവദിക്കാത്ത പണ്ഡിതന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്കറിയാം, ബാംഗ്ലൂർ ആസ്ഥാനമായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കെട്ടുകണക്കിന് ദുരുപദേശങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ പബ്ലിക്കായി മീഡിയകളിലൂടെ കെട്ടുകണക്കിന് ദുരുപദേശങ്ങൾ പടച്ചുവിട്ടിട്ടും അടിസ്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന IPC ആകട്ടെ, AG ആകട്ടെ, ചർച്ച് ബോർഡ് ആകട്ടെ, ഇതര സംഘടനകളാകട്ടെ, ആരും ഒന്നിൻ്റെയും നേതൃത്വങ്ങൾ പ്രതികരിക്കുന്നില്ല. എല്ലാവരും മൗനം പാലിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് സജിത്ത് കണ്ണൂരും ജോൺ ലോറൻസും റൈസൺ തോമസും അങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാർ അവർ അവിടെ ഇവിടങ്ങളിലായി എന്തൊക്കെയോ 1-2 പൊട്ടത്തരങ്ങൾ വചനവിരുദ്ധമായി പറഞ്ഞപ്പോൾ അവർ ദുരുപദേശകരാണെന്ന ലേബൽ ഒട്ടിച്ച് ആത്മീയ പത്രങ്ങളിൽ പരസ്യം ചെയ്ത് അവരെ മാറ്റി നിർത്തിയ ആളുകൾക്കൊന്നും കെട്ടുകണക്കിന് ദുരുപദേശങ്ങൾ പ്രസംഗിക്കുന്ന ബാംഗ്ലൂരിലെ വർക്കിച്ചായനോട് പ്രതികരിക്കാൻ പേടിയാണ് എന്ന് തോന്നുന്നു. അതോ ഇനി പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന തത്വമാണോ അതിനാധാരം എന്നെനിക്ക് അറിയില്ല. ഏതായാലും നമുക്ക് പ്രവീൺ പ്രസാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കാൻ തയ്യാറായത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ലൈവിൽ ചില തെറ്റായ കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഭയിൽ നടന്ന ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചുകാരോട് പറഞ്ഞ കാര്യങ്ങൾ, സാമ്പത്തികപരമായ വിഷയങ്ങൾ, അത് ലൈവിൽ പോയതുകൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കാരണക്കാരൻ പുതുതായിട്ട് ലൈവ് ചെയ്ത കുഞ്ഞുങ്ങളാണ് എന്നും പറഞ്ഞു. ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ നിവൃത്തികേടെന്ന് പറയാൻ കാരണം ചർച്ചിൻ്റെ കറണ്ട് ബില്ല്, ചർച്ചിൻ്റെ ആവശ്യങ്ങൾ, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, അതുപോലെ റെൻറ്റ്,
എല്ലാം കൂടെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പം ഞാൻ സഭയെ ആ കാര്യം ധരിപ്പിച്ചു. അതെൻ്റെ സഭയിലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ 3-4 തവണയോളം സഭയിൽ കൗൺസിൽ കൂടുകയും ചർച്ചിൽ വരുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവരോട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. സാധാരണ നമ്മുടെ ലൈവ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം നമ്മുടെ ലൈവ് ഒന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ അത് മ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയും. കാരണം പബ്ലിക്ക് കേട്ട് ഇതൊരു ഇഷ്യൂ ആകണ്ടെന്ന് കരുതി. പക്ഷെ അന്ന് സംഭവിച്ചത്, പുതുതായിട്ട് ലൈവ് പഠിച്ച് പുതുതായിട്ട് ലൈവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരുന്നു അന്ന് ലൈവ് ചെയ്ത്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു നിയോഗത്തോടെ ഞാൻ സഭയോട് പറഞ്ഞു, ഒരാൾ 10,000 രൂപ അല്ല 1,00,000 രൂപ കൊടുക്കുന്നതും ഒരു സഭയിൽ ഒരുമിച്ച് കൂട്ടായ്മയോടെ നിൽക്കുന്നവർ എല്ലാവരും പരസ്പരം ഒരുമിച്ച് നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരു കൂട്ടായ്മയാകുമല്ലോ എന്നുള്ള നിലപാടിലാണ് അന്ന് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തത്. അപ്പോൾ കേട്ടല്ലോ. അപ്പം പ്രവീൺ പ്രസാദിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ കറണ്ട് ബില്ല്, മറ്റു വിധമാകുന്ന റെൻ്റ്, മറ്റ് വിധമാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബ്രദർ പ്രവീൺ പ്രസാദ്, താങ്കളോട് ഒരു അനുജനോടുള്ള സ്നേഹം എന്ന നിലയിൽ പറയട്ടെ. സഹോദരൻ ഈ സാമ്പത്തിക വിഷയങ്ങൾ, സഭയുടേതായ സാമ്പത്തിക കാര്യങ്ങൾ, അത് സഭയിലെ വിശ്വാസികളോട് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഇവിടുത്തെ IPCയും AGയും ചർച്ച് ഓഫ് ഗോഡും ഷാരോണും തുടങ്ങിയ എല്ലാ സഭകളും സഭയുടെ റെൻറ്റിനെ കുറിച്ചും കറണ്ട് ബില്ലിനെ കുറിച്ചും സഭയുടെ മറ്റ് ഇതര ചെലവുകളെക്കുറിച്ചും വിശ്വാസികൾക്ക് ബോധ്യം വരുത്താറുണ്ട്. അത് കൃത്യമായിട്ട് വിശ്വാസികൾ ഏറ്റെടുത്ത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നും അവർ പറയാറുണ്ട്. സഭ പാസ്റ്ററിൻ്റെ മാത്രമല്ല, സഭ വിശ്വാസികളുടെയാണ്. വിശ്വാസികൾ തോൾ കൊടുത്തേ പറ്റൂ എന്നും പറയാറുണ്ട്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. താങ്കൾ അങ്ങനെ നാളെയും പറയുന്നത് കൊണ്ടും പ്രശ്നമൊന്നും തന്നെയില്ല. പക്ഷേ അവിടെ സംഭവിച്ച 1-2 തെറ്റുകൾ സ്നേഹപൂർവ്വം തിരുത്തട്ടെ. താങ്കൾ സഭാ വിശ്വാസികൾ ഇത് അറിഞ്ഞു ചെയ്യണം എന്ന് പറയേണ്ടതിന് പകരം താങ്കൾ എല്ലാവരുടെയും പേഴ്സ് എടുക്കൂ, 2,000, 1,000 വെച്ച് തരാൻ മനസ്സുള്ളവരെല്ലാം എടുത്തു പിടിക്കൂ, അതിനിടയ്ക്കൂടെ 500 വേണ്ട എന്നൊരു പദവും കൂടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് താങ്കൾ. പോട്ടെ, പിന്നീട് 500 ആയാലും മതി എന്ന് പറയുന്ന ഒരു വാക്കും കൂടി താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെ ആയാലും പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സോടെ കൊടുക്കട്ടെ എന്നും പ്രാപ്തി പോലെ കൊടുക്കട്ടെ എന്നും, വേണ്ടുന്നവർ പ്രാപ്തിക്ക് മീതെ വേണമെങ്കിലും മനസ്സുള്ളവർക്ക് കൊടുക്കാമെന്നും, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്നും, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നുമൊക്കെയാണ് പുതിയ നിയമസഭയോടുള്ള ദൈവിക അരുളപ്പാടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സ് എടുക്കണം, അതിൽ നിന്ന് ഇത്ര എടുക്കണം, ഇത്ര ഇടണം, ഇട്ടേ പറ്റൂ, അത് നിങ്ങൾ ഇടണം, ഇട്ടിട്ട് നിങ്ങൾ നടന്നു പോകുന്നോ എങ്ങനെ പോകുന്നോ അതൊന്നും എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ അവിടെയാണ് താങ്കൾക്ക് തെറ്റിയത്. അപ്പോൾ പ്രവീൺ ബ്രദർ മനസ്സിലാക്കുക, താങ്കൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ താങ്കളുടെ വിശ്വാസികളോട് താങ്കൾ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തെറ്റോ അല്ലെങ്കിൽ ഒരു മഹാപാപമൊന്നുമല്ല. അതിനെ വിമർശിക്കേണ്ട ആവശ്യം ഇവിടെ ഞാൻ ഉൾപ്പെടുന്ന ആർക്കും തന്നെയില്ല. പക്ഷെ ഒരു പൊതുസമൂഹം കേൾക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇത്ര രൂപ ഇട്ടേ പറ്റൂ എന്ന് പറയുന്നത്, 1 ദൈവവചനത്തിനെതിരാണെന്നും 2 മാനുഷികപരമായ ഒരു മൂല്യം കണക്കിലെടുത്താൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും സഹോദരൻ മനസ്സിലാക്കണം. രണ്ടാമത്, പ്രവീൺ പ്രസാദ് പറഞ്ഞ ഒരു വാചകം തിരുത്തപ്പെടണം. അതായത് അത് ലൈവ് ചെയ്ത കുഞ്ഞുങ്ങൾ പുതിയതായതുകൊണ്ട് അവർക്ക് ഒരു തെറ്റ് പറ്റിപ്പോയതാണ്, അതുകൊണ്ടാണ് ഇത് പുറത്തു പോയത് എന്ന് താങ്കൾ ഇപ്പോൾ ഈ ലൈവിൽ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. താങ്കളുടെ വീഡിയോയിൽ തന്നെ താങ്കൾ കൃത്യമായി പറയുന്നുണ്ട്, ഇത് കട്ട് ചെയ്തിടുന്ന ആളുകൾ ഇത് മുറിച്ചിടണമെന്നും ഇത് കട്ട് ചെയ്തിട്ടിട്ട് ഞങ്ങളെ ഒന്നുകൂടി ഫേമസ് ആക്കി തരണമെന്നും താങ്കൾ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യത്തിന് ക്ഷമ പറയാൻ വരുമ്പോൾ അത് തെറ്റ് മനസ്സിലാക്കി പറയുന്നത് തന്നെ ആയിരിക്കണം, അല്ലാതെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാകരുത് ബ്രദർ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിടണം, കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ താങ്കൾ വളരെ കൃത്യമായി പറയുകയാണ്, ലൈവ് കട്ട് ചെയ്യാനല്ല താങ്കൾ പറയുന്നത്. ലൈവ് കട്ട് ചെയ്യുമോനെ ഇതൊന്ന് കട്ട് ചെയ്യും, ഓഫ് ചെയ്യുന്നല്ല താങ്കൾ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഇത് കട്ട് ചെയ്തിട്ട് ഞങ്ങളെ ഫേമസ് ആക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വിമർശകർ അതേ ചെയ്തുള്ളൂ, അത് കട്ട് ചെയ്തിട്ട് താങ്കളെ ഫേമസ് ആക്കിയതാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ പ്രവീൺ ബ്രദറിന് മനസ്സിലായി കാണും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇനി തൻ്റെ ലൈവിൽ പറഞ്ഞ മറ്റൊരു വാചകം നമുക്ക് ഒന്ന് കേൾക്കാം.
ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഞാനൊരു വോട്ടർ ID ഉള്ള ഇന്ത്യൻ പൗരനാണ്. ഞാൻ വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഡിഗ്രി വരെ പഠിച്ച ആളാണ്. ഒരു വീട്ടിലും ഒരാളുടെ വീട്ടിലും ഞാൻ പോയി പ്രാർത്ഥിക്കാറില്ല. ഒരു വ്യക്തിയോട് ഞാൻ അനാവശ്യമായി ഒരു സുവിശേഷം പോലും പറയാൻ അനാവശ്യമായി ഞാൻ പറയാറില്ല. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളോട് വളരെ മാന്യമായും സംസാരിച്ച് എല്ലാവരോടും വളരെ താഴ്മയോടെ ബഹുമാനത്തോടെ ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ തിരിച്ചറിവ്. അപ്പം ഇവിടെയും ഒരു തിരുത്തുണ്ട് പ്രവീൺ ബ്രദർ. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്, ഞാൻ ആരോടും മോശമായിട്ടൊന്നും ഇടപെടുന്ന ഒരാളല്ല. നല്ല കാര്യം. ഞാൻ അനാവശ്യമായിട്ട് ഒരാളോട് സുവിശേഷം പോലും പറയാറില്ല എന്നാണ് പറഞ്ഞത്. അവിടെ തെറ്റുണ്ട് മോനെ. നീ ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്ന നിലയിൽ സുവിശേഷം പറയുന്നത് അനാവശ്യമല്ല, അതൊരു അഭിമാനമാണ്. സുവിശേഷം പറയണം, ആത്മാക്കളെ നേടണം. അങ്ങനെ സുവിശേഷം പറഞ്ഞും ആത്മാക്കളെ നേടിയും അനേകരെ നരകത്തിൽ നിന്ന് വിടുവിച്ച് നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി മാറ്റുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷയാണ് പ്രവീൺ ബ്രദർ ചെയ്യുന്നതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നോക്കുവാൻ കർത്താവ് മതിയായവനാണ്. കർത്താവ് നടത്തി തരും. ആരെടുക്കൽ പേഴ്സ് ഉയർത്തിപ്പിടിക്കാനോ ഇത്ര രൂപ എടുക്കാനോ ഒന്നും പറയേണ്ടി വരത്തില്ല മോനെ. കൃത്യമായിട്ട് ദൈവം കാര്യങ്ങളെല്ലാം നടത്തും. അതുകൊണ്ട് സുവിശേഷം പറയുന്നത് അനാവശ്യമാണ് എന്നുള്ള ഒരു ധാരണ മാറ്റിയിട്ട് മോൻ കൃത്യമായിട്ട് സുവിശേഷം പറയുകയും ആത്മാക്കളെ നേടുകയും അവരെ നിത്യതയിലേക്ക് നയിക്കാനുള്ള ഈ ലോകപ്രകാരം കിട്ടുന്ന ജഡപ്രകാരം കിട്ടുന്ന നന്മകളെക്കുറിച്ച് പഠിപ്പിച്ച് മനുഷ്യരെ തെറ്റിക്കാതെ, വേദപുസ്തകത്തിൽ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രമെന്നാണ്. അപ്പോൾ ഭൗതികമായി ഈ ലോകത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തക്ക സമയത്ത് നടത്തി തരുവാൻ നമ്മൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് കുറഞ്ഞ പക്ഷം വിശ്വസിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ശുശ്രൂഷകനായിരിക്കാൻ എങ്ങനെ പറ്റും? അപ്പോൾ പ്രവീൺ ബ്രദർ മനസ്സിലാക്കുക, നമ്മുടെ ദൈവം എല്ലാ വിഷയങ്ങൾക്കും മറുപടി തരുവാനും എല്ലാ ആവശ്യങ്ങളും നടത്തി തരുവാനും കഴിയുന്ന ഒരു ദൈവമാണ് എന്ന് ബ്രദർ വിശ്വസിക്കുന്നെങ്കിൽ ബ്രദർ എന്തിനാണ് ഭാരപ്പെടുന്നത്? ആളുകളിൽ നിന്ന് എന്തിനാണ് നിർബന്ധപൂർവം പണം ചോദിച്ചു വാങ്ങേണ്ടെന്ന ആവശ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വളരെ കൃത്യമായി ദൈവത്തിൽ ആശ്രയം വെക്കുകയും കർത്താവിൻ്റെ രാജ്യത്തിനായി സുവിശേഷം അറിയിച്ച് ആത്മാക്കളെ നേടുകയും ചെയ്യുന്ന ആ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കാര്യം പ്രവീൺ ബ്രദർ മനസ്സിലാക്കണം, ഈ വ്യാജമായ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ രോഗസൗഖ്യവും പ്രവചനങ്ങളും മിറക്കിൾസും ഒക്കെ ചെയ്യാൻ നിൽക്കുന്നത് ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷയല്ലെന്ന് ഒരു സഹോദരൻ എന്ന നിലയിൽ സ്നേഹത്തോടെ പറയട്ടെ. ഇത് അധികം മുമ്പോട്ട് അങ്ങനെ പോയവരാരും അധികം മുമ്പോട്ട് പോയ ചരിത്രമില്ല. ദൈവവചനം പ്രസംഗിക്കുന്നവർ, സത്യമായ ഉപദേശം പ്രസംഗിക്കുന്നവർ, പഥ്യവചനം യഥാർത്ഥമായി പഠിപ്പിക്കുന്നവർ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാകും. എല്ലാ കാലത്തും ജനങ്ങൾ അവരെ അംഗീകരിക്കും. അതുകൊണ്ട് വ്യാജമായ അത്ഭുതങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഒന്ന് നിർത്തിയിട്ട് ജനത്തെ നിത്യതയ്ക്കായി കർത്താവിൻ്റെ വരവിനായി ജനത്തെ ഒരുക്കുന്ന ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന സുവിശേഷത്തിൻ്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ജനത്തിൻ്റെ ഹൃദയങ്ങൾക്ക് ആശ്വാസം വരുന്ന ദൈവികാലോചനകൾ അതൊക്കെ പങ്കുവയ്ക്കാം. പക്ഷെ വ്യാജമായ സൗഖ്യങ്ങൾ ഇതൊന്നും പ്രചരിപ്പിക്കുവാനായിട്ട് നിൽക്കരുത്. പിന്നെ സഹോദരൻ ഒരു പേഴ്സ് എടുത്ത് ഉയർത്തിപ്പിടിച്ച് പൈസ ഇടൂ, 1000 രൂപ ഇടൂ, 500 രൂപ ഇടൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല താങ്കൾ വിമർശനത്തിന് വിധേയനായത് എന്നുള്ള കാര്യം കൂടി പ്രവീൺ ബ്രദർ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് താങ്കളുടെ മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അത് താങ്കൾ ബെൽറ്റ്, അതായത് പാൻറ് ഇടുന്ന ബെൽറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബെൽറ്റ് ഊരി ആളുകളെ ബെൽറ്റിന് ചുറ്റിപ്പിടിച്ച് അനുഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത്തരം വിക്രിയകൾ കാണിക്കുന്നത് എന്നും കൂടി ഒന്ന് ചിന്തിക്കണം. ആ വീഡിയോ ഒന്ന് കാണാം. In the name of Jesus, I'm reopened. Amen. In the name of Jesus, hallelujah, hallelujah. In the name of Jesus, I'm opening the apostolic mantle. Amen. Your travel has started. Amen. Hallelujah, hallelujah, hallelujah. Amen. Hallelujah. Oh, thank you, Jesus. Thank you. Take it in the name of Jesus. Amen. Hallelujah. Amen. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Oh, Shihara Dara.
Amen. Hallelujah. Hallelujah. The apostolic body is opening now. Hallelujah. Hallelujah. In the name of Jesus. In the name of Jesus. The name of Jesus. In the name of Jesus. The name In of the name of Jesus. Jesus. Take it. Hallelujah. Hallelujah. Take it. അപ്പം കണ്ടല്ലോ, അപ്പം ഒരു പൈസ ചോദിച്ചു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടല്ല സഹോദരൻ വിമർശിക്കപ്പെടുന്നത്. വചനത്തിന് വിരുദ്ധമായി ഇത്തരം വിക്രിയകളെല്ലാം അവസാനിപ്പിക്കണം സഹോദരൻ. താങ്കൾ ഒരു ചെറുപ്പകാലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ അതൊരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായി കണ്ടുകൊണ്ട് സുവിശേഷം പറഞ്ഞു ആത്മാക്കളെ നേടിയും സഭയിൽ വരുന്ന ആടുകളെ ഒരു നല്ല ഇടയനായി പരിപാലിച്ചും നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. ആടുകളുടെ ക്ഷേമം അന്വേഷിച്ചും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു നല്ല ഇടയനായി താങ്കൾ നിൽക്കുന്നെങ്കിൽ താങ്കളുടെ എല്ലാ ആവശ്യങ്ങളും ഒന്നിനും മുടക്കം വരാതെ നടത്തിത്തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം സഹോദരൻ ആദ്യം മനസ്സിലാക്കുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. ഓക്കെ, പിന്നെ സഹോദരൻ പറഞ്ഞ ക്ഷമാപണം അത് പൊതുസമൂഹം കേൾക്കേണ്ടതിന് ആ വാക്കുകൾ കൂടെ നമുക്കൊന്ന് കാണാം. വളരെ ഹംബിൾ റിക്വസ്റ്റാണ്. ആ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിനോ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ദൈവനാമത്തിൽ എന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്വാളിറ്റി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് താങ്കളിപ്പോൾ ചെയ്തത്. അതായത് സമൂഹത്തോട് ആ കാര്യത്തിൽ ക്ഷമ ചോദിച്ചു. അപ്പോൾ തന്നെ തിരുത്തലുകൾ ആവശ്യമാണ് ബ്രദർ. ഇത്തരത്തിലുള്ള വിക്രിയകളും വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വളരെ അഭിമാനത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യൂ, ആത്മാക്കളെ നേടൂ, നിത്യതയിൽ താങ്കൾക്ക് നല്ല പ്രതിഫലങ്ങളെ പ്രാപിക്കുവാൻ ഇടയാകുന്ന നിലയിൽ ദൈവം പ്രവീൺ ബ്രദറിൻ്റെ ശുശ്രൂഷകളെ മാനിക്കട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. തിരുത്തപ്പെടണമെന്നല്ലാതെ താളടിയായി പോകണമെന്ന ഒരു ആഗ്രഹമൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. വേദന കൊണ്ട് പ്രതികരിക്കുന്നതാണ്. വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ കാണുമ്പോൾ അതിൽ മറ്റുള്ള ആളുകൾ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി പ്രതികരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും ഈ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഇത്തരം വീഡിയോകൾ ചെയ്ത് കഴിയുമ്പോൾ 100 കണക്കിന് ആളുകൾ പേഴ്സണലി എന്നോടൊക്കെ പറയുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, പാസ്റ്റർ അന്ന് ആ വീഡിയോ ചെയ്തത് നന്നായി. എന്താ കാരണം, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഈ ആൾ പ്രസംഗത്തിന് വരുവാനായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നോട്ടീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പാസ്റ്റർ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹം വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നും ദുരുപദേശകനാണെന്നും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ട് കൃപയാൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റിയെന്ന്. അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. വിമർശനം കൊണ്ട് അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. വചനത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ലാത്ത പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽപ്പെട്ട് അവരുടെ പണവും അവരുടെ മാനവും അവരുടെ ജീവിതവും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. അല്ല, അത് പ്രവീൺ ബ്രദറിനെ കുറിച്ചല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റ് ചില ദുരുപദേശകരെ കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവീൺ സഹോദര താളടിയായി പോകണം അല്ലെങ്കിൽ അവസാനിച്ച് പോകണമെന്നൊരു താല്പര്യമില്ല. ഞങ്ങളും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകൾ നേരെയുള്ള പാതയിൽ നടത്തുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരളത്തിൽ എന്നല്ല ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി, ഒരു നല്ല ഇടയനായി, ഒരു നല്ല പ്രസംഗകനായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കും. നേരെ പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ മാനിക്കും. അതിന് എല്ലാ പ്രാർത്ഥനയും ഹൃദയത്തിൽ നിന്ന് ഉണ്ടായിരിക്കും. പക്ഷേ റൂട്ട് മാറി ഈ വിക്രിയകൾ തുടർന്നു പോയി ആളുകളെ ഇങ്ങനെ കളിപ്പിച്ചും പറ്റിച്ചും അല്ലെങ്കിൽ വചനവിരുദ്ധമായ ഇത്തരം ബെൽറ്റ് പ്രയോഗങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിമർശനങ്ങൾ വീണ്ടും ഉണ്ടാകും. ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് നേരെ പോയി ശുശ്രൂഷയിൽ നിലനിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു കൂട്ടം ജനത്തെ നിത്യതയ്ക്കായി വാർത്തെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു പറഞ്ഞ പോലെ ഒരു കൂട്ടം ജനത്തെ നിർമ്മല കന്യയായി കർത്താവിൻ്റെ വരവെങ്കിൽ ഏൽപ്പിക്കുവാൻ ദൈവം പ്രിയ സഹോദരനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇത് കണ്ട പൊതുസമൂഹം ആ ചെറുപ്പക്കാരൻ പരസ്യമായി സോറി എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയത്തിൽ മുൻപോട്ട് കമൻറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് ഇനി മുൻപോട്ട് പ്രചരിപ്പിക്കുവാനോ പുതുതായി അതിനെ വിമർശിക്കുവാനോ തുനിയരുത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.